അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടത് കടയ്ക്കൽ നടന്ന ഒരു ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട പരിപാടി, കടയ്ക്കൽ മഹാദേവി ക്ഷേത്രം. അതെ. അപ്പോൾ അവിടുത്തെ ക്ഷേത്രോപദേശക സമിതിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ലോക്കൽ CPM ബ്രാഞ്ച് സെക്രട്ടറി മറ്റുമാണ്. ബ്രാഞ്ച് സെക്രട്ടറിയാണ്. അയാൾ ഇണ്ടവിള ബ്രാഞ്ച് സെക്രട്ടറിയാണ്. പേര് വികാസ് എന്നാണ്. അദ്ദേഹം ക്ഷേത്രോപദേശക സമിതിയുടെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഉത്സവം നടന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ക്ഷേത്രോത്സവ സമിതിയുടെ പ്രസിഡൻ്റായി നിയമിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട യോഗ്യത ഒന്ന് CPMൻ്റെ ഇണ്ടവിള ബ്രാഞ്ച് സെക്രട്ടറി മാത്രമായതല്ല എന്നാണ് ഇപ്പോൾ വിവരാവകാശം പ്രകാരമുള്ള രേഖകൾ പറയുന്നത്. കാരണം അദ്ദേഹത്തിന് 19 ക്രിമിനൽ കേസുകളുണ്ട്. വധശ്രമം, ആളുകളെ കൊല്ലാൻ ശ്രമിച്ച കേസുണ്ട്. SC/ST പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പീഡിപ്പിച്ച കേസുണ്ട്. അങ്ങനെ 19 ക്രിമിനൽ കേസിലെ പ്രതിയായ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇണ്ടവിള ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഒരു മഹാക്ഷേത്രത്തിൻ്റെ ക്ഷേത്രോപദേശക സമിതി പ്രസിഡൻ്റായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ 19 ക്രിമിനൽ കേസൊക്കെ ഉണ്ടായാൽ അയാളെ സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്നറിയോ, അവിടെ സമ്മതിക്കത്തില്ല. കാപ്പ ചുമത്തി ജില്ലയ്ക്ക് പുറത്തേക്ക് നാട് കടത്തും. ഇതാണ് നാട്ടിൽ നിലവിലുള്ള നിയമം. പക്ഷേ CPMകാർക്ക് ഇതൊന്നും ബാധകമല്ലല്ലോ. CPMകാർക്ക് ഇത് ബാധകമല്ല എന്ന് മാത്രമല്ല, അയാൾ അതുകൊണ്ട് ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ട് തുടരുന്നു. അമ്പലത്തിൻ്റെ പ്രസിഡൻ്റ് ആക്കുന്നു. അമ്പലത്തിലെ പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ ഹരിജന പീഡനം നടത്തുന്നവൻ, വധശ്രമം നടത്തുന്നവൻ, അങ്ങനെ 19 കേസിലെ പ്രതിയായിരിക്കുന്ന ഒരുത്തരെ ഒരു മഹാക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാക്കി വെച്ചാൽ ഇതല്ലാതെ പിന്നെ എന്ത് നടക്കും? അതാണ് CPM ക്ഷേത്രങ്ങളെ ഭരിക്കുന്നത് എങ്ങനെയാണെന്നതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ്. ഈ ക്ലാസിക് ഉദാഹരണം എന്താ നടന്ന അവിടെ ഉത്സവം നടക്കുന്നു. ഉത്സവത്തിൻ്റെ സ്റ്റേജ് മുഴുവൻ DYFIയുടെ വെള്ളക്കൊടിയും നക്ഷത്രവും CPMൻ്റെ ചെങ്കൊടിയും അരിവാളും അതുകൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അവിടെ വലിയ ലൈറ്റ് ഷോ നടത്തുന്നു. എന്നിട്ട് അലോഷി ആദം പാടുകയാണ്, പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ. പുഷ്പനെ അറിയാമല്ലോ, ഇന്നാളെ മരിച്ചുപോയി. പുഷ്പനെ അറിയാമല്ലോ. കൂത്തുപറമ്പിൽ CPMകാർ സമരത്തിന് തള്ളിവിട്ട ഹതഭാഗ്യനായ ഒരു മനുഷ്യൻ, അയാൾ വെടിയേറ്റു. കുറച്ച് സഖാക്കൾ, DYFI സഖാക്കൾ മരിച്ചു. ഇയാൾ വെടിയേറ്റ് നട്ടലിന് വെടികൊണ്ട് വർഷങ്ങളായിട്ട് കിടന്ന കിടപ്പിൽ നിൽക്കുന്ന പുഷ്പൻ്റെ അടുത്ത് പോയി ഇവർ കഥകളി നടത്തും, ഓട്ടംതുള്ളൽ നടത്തും, തിരുവാതിര നടത്തും, പുഷ്പനെ അറിയാമെന്നുള്ള പാട്ട് പാടും. ശബ്ദിക്കാനാവാതെ മിണ്ടാനാവാതെ ആ പാവം കണ്ണീരൊഴുക്കി കിടക്കും. ഇതേ സമയം പുഷ്പൻ ഈ കിടക്കുമ്പോൾ പിണറായി വിജയൻ്റെ മകൾ ഉൾപ്പെടെയുള്ളവർ പുഷ്പനൊക്കെ സമരം ചെയ്ത് ജീവിക്കുന്ന രക്തസാക്ഷിയായ സ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്തവരാണല്ലോ. അതെ, പിണറായിയുടെ മകൾ സ്വാശ്രയ കോളേജിൽ പഠിക്കുകയായിരുന്നു ആ സമയത്ത്. കേരളത്തിലെ CPMകാരുടെ നേതാക്കന്മാരെല്ലാം അവരുടെ മക്കളെയൊക്കെ ഇതുപോലെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, സ്വകാര്യ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ച് പ്രമാണിമാരും മിടുക്കന്മാരും വലിയ കമ്പനികളുടെ വൈസ് പ്രസിഡന്റുമാരും ഒക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോഴും പുഷ്പൻ കിടപ്പായിരുന്നു. ആ പുഷ്പനെ അറിയാമോ എന്ന് പാടുന്നതല്ല, പുഷ്പൻ അറിയാം, നിൻ്റെയൊക്കെ കയ്യിലിരിപ്പ് പുഷ്പൻ അറിയാം എന്നാണ് യഥാർത്ഥത്തിൽ പാട്ടുണ്ടാക്കേണ്ടത്. പക്ഷേ അന്തം അടിമകൾ അതൊന്നും ചെയ്യൂലല്ലോ. അപ്പോൾ അങ്ങനെ വന്നിട്ട് അവിടെ ആ ഉത്സവത്തിന് ഒരു CPM പരിപാടി പോലെ ഒരു കടക്കൽ അമ്പലത്തിലെ ഉത്സവം മാറ്റി. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ CPM വലിയ തിരിച്ചടി ഉണ്ടായി. ഇടതുപക്ഷത്തിന് പരമ്പരാഗതമായി കിട്ടിയിരിക്കുന്ന വോട്ടുകൾ മുഴുവൻ BJPയിലേക്ക് ചോരുന്നു. പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൽപ്പെട്ട വോട്ടുകൾ ചോരുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ക്ഷേത്രങ്ങളുമായിട്ട് അടുക്കാൻ തീരുമാനിച്ചിട്ട് ധൃതരാഷ്ട്ര ആലിംഗനം ചെയ്യുന്ന പോലെ ക്ഷേത്രങ്ങളെ ഞെക്കി അങ്ങ് കൊല്ലുവാണ്. അമ്പലത്തിൽ പാർട്ടി പരിപാടി, വടക്ക് അന്തിമഹാകാളൻ പോലെയുള്ള, അവിടെ അതാണോ വടക്കുള്ള മുഴുപ്പിലങ്ങാടിലുള്ള ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് DYFIയുടെ മറ്റേ നക്ഷത്രമൊക്കെ വെച്ചുകൊണ്ട് സ്തൂപം ഉണ്ടാക്കിയിട്ട് വന്നു. അവിടെ ആമ്പിള്ളേരപ്പം എന്ത് ചെയ്തു, ഓം വെച്ചിട്ട് ശിവജിയുടെ പടമുള്ള വേറൊരു സ്തൂപമായിട്ട് രഥം വന്ന് അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടും മുന്നും തള്ളുമായി. അവസാനം DYFIയുടെ നക്ഷത്രം വഴി കളഞ്ഞിട്ട് സഖാക്കൾ ഓടി. അപ്പം ഉത്സവ പറമ്പുകളിലേക്ക് പാർട്ടി ചിഹ്നങ്ങൾ, പാർട്ടി പതാക, പാർട്ടി പരിപാടിയായി ഉത്സവങ്ങൾ മാറ്റാനാണ് ഇപ്പോൾ CPM ശ്രമിക്കുന്നത്. ഇത് കണ്ടിട്ട് കടക്കലുള്ള ഹിന്ദു സഖാക്കൾക്ക് ആവേശമാണ് ഉണ്ടാവുന്നതെന്ന് ഈ വികാസിനെ പോലെയുള്ള ക്രിമിനലുകൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ ഇതൊക്കെ കണ്ട് വേദനിക്കുന്ന ഉത്സവങ്ങളായി നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല വിഭാഗം ഭക്തർ CPMൻ്റെ അനുഭാവികളുണ്ട്. അവരടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും അതിശക്തമായി നിൻ്റെയൊക്കെ നെഞ്ചത്ത് മാറ്റിക്കുത്തുമെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല. ഈ വികാസിനെ പോലെയുള്ള മരയുളകൾ, ആഭാസന്മാർ, ക്രിമിനലുകൾ പാർട്ടിയുടെ ഭാരവാഹികളായിട്ട് ബ്രാഞ്ച് സെക്രട്ടറിമാരായിട്ടൊക്കെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പോക്സോ കേസിൽ പീഡനക്കേസിൽ പ്രതിയായി. ഇതാണ് CPMൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ലോക്കൽ സെക്രട്ടറിയും വന്നാൽ ആ വഴിയിൽ നിന്ന് 4 കിലോമീറ്റർ മാറി ഇറക്കണം. അവൻ എന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ കുത്തിക്കൊല്ലും, അല്ലെങ്കിൽ
സ്ത്രീകളുടെ ഉടുതുണി അഴിക്കും. ആ തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് മയക്കുമരുന്ന് കച്ചവടം. ലോകത്തുള്ള സകല ആഭാസ പരിപാടികളും ക്രിമിനൽ പണികളും ചെയ്യുന്ന ആളുകളായി മാറിയിരിക്കുന്ന പാർട്ടിക്കാരെ അമ്പലങ്ങളിൽ കുത്തിക്കയറ്റുന്ന പരിപാടിക്കെതിരെ ഹൈക്കോടതിയിൽ ഇപ്പോൾ വിഷ്ണു സുനിൽ എന്ന് പറയുന്ന ഒരാൾ കേസുമായിട്ട് വന്നു. കേസ് വന്നപ്പോൾ ജസ്റ്റിസുമാരായ അനിൽ കെ നരേന്ദ്രനും മുരളീകൃഷ്ണനും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് പരിശോധിച്ചതിൻ്റെ വീഡിയോ കാണിച്ചു. കോടതി ഞെട്ടിപ്പോയി. കോടതി പറഞ്ഞു, എന്ത് അമ്പലത്തിൽ ഇത്തരം പരിപാടിക്ക് എന്താ സ്ഥാനം? അമ്പലത്തിലാണോ ഈ തെമ്മാടിത്തരം കാണിക്കേണ്ടത്? ഇത് പാർട്ടി പരിപാടിയാണോ? ക്ഷേത്രോപദേശ ഉടനെ ദേവസ്വം ബോർഡ് പറഞ്ഞു, ക്ഷേത്രോപദേശ സമിതി ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ ചെയ്തതാണ്. എന്നിട്ട് നിങ്ങളെന്തോ ചെയ്തു? നോക്കൂ, എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇപ്പോഴും വികാസ് എന്ന് പറയുന്ന ക്രിമിനൽ ഈ തെമ്മാടിത്തരം മുഴുവൻ കാണിച്ച് ഹൈക്കോടതി തെറ്റാണെന്നും പറഞ്ഞിട്ടും ഹൈക്കോടതി പോലും ഞെട്ടുന്ന തരത്തിൽ ഈ പരിപാടി പാർട്ടിക്കൊടികളും ലൈറ്റിങ്ങും ഒക്കെ നടത്തിയത് തെറ്റാണെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ട് ഇപ്പോഴും അയാൾ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്. ഈ ക്ഷേത്രോപദേശ സമിതിയുടെ കാലാവധി കഴിഞ്ഞിട്ട് കുറേ നാളായി. പുതിയ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല. നടക്കാതെ ഇയാളെ തന്നെ ഇവിടെ വെച്ചുകൊണ്ടിരിക്കുക. എങ്കിലല്ലേ CPM ഈ തെമ്മാടിത്തരം നടത്താൻ പറ്റുള്ളൂ. CPM ഇത്തരം തെമ്മാടിത്തരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് എതിരെ അവിടെ ഹിന്ദുക്കളായിട്ടുള്ള CPMൻ്റെ അനുഭാവികളായിട്ടുള്ള ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്. മിണ്ടാൻ പറ്റത്തില്ല. പാർട്ടി കടക്കൽ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഒരു ശക്തി കേന്ദ്രമാണ്. നിങ്ങളുടെ കൊല്ലം ജില്ലയല്ലേ? കടക്കൽ പോയാൽ CPM അല്ലാത്തവർ ചെന്നാൽ അവന്മാർ അടിക്കുമെന്നാണ് പറയുന്നത്. അവരുടെ ഗുണ്ടായിസം മാത്രമേ നടക്കുള്ളൂ. ഈ ഗുണ്ടകളെയാണ് ഇപ്പോൾ ഹൈക്കോടതി എക്സ്പോസ് ചെയ്തിരിക്കുന്നത്. TDP പറഞ്ഞു, ദേവസ്വം ബോർഡ് പറഞ്ഞു, ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ക്ഷേത്രോപദേശ സമിതിക്ക് ഷോക്ക് കോസ് നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. ക്ഷേത്രോപദേശ സമിതിയുടെ ഭാരവാഹിയുടെ കാലാവധി കഴിഞ്ഞു. ക്ഷേത്രോപദേശ സമിതിയുടെ കാലാവധി കഴിഞ്ഞു, പിന്നെ ഷോക്ക് കോസ് കൊടുത്തിട്ട് എന്താ കാര്യം? ശരിക്കും ആ കമ്മിറ്റിക്ക് ഉത്സവം നടത്താൻ അധികാരമില്ല. അവരുടെ ടേം കഴിഞ്ഞിട്ടും പാർട്ടിക്കാരാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവിടെ തുടരുകയാണ്. ഹൈക്കോടതി ചോദിച്ചത്, ഈ അമ്പലത്തിൽ ഉത്സവം നടത്തുന്നത് ഇവൻ്റെയൊക്കെ അച്ചി വീട്ടിൽ നിന്ന് കൊടുക്കുന്ന കാശ് കൊണ്ടൊന്നുമില്ല, മറിച്ച് വിശ്വാസികൾ കൊടുക്കുന്ന പണം കൊണ്ടാണ്. വിശ്വാസികൾ കൊടുക്കുന്ന പണം അമ്പലത്തിലെ കാര്യങ്ങൾ നടത്താനാണ്. അല്ലാതെ ഇവന്മാർക്ക് ആഭാസന്മാർക്ക് വന്ന് കുത്തിമറിയാനും കള്ളു കുടിച്ച് ആഘോഷിക്കാനും പാർട്ടിക്കൊടി ഉയർത്താനും പാർട്ടിയുടെ പാട്ട് പാടാനുമായിട്ട് ഇത് പാർട്ടി സമ്മേളനമൊന്നുമല്ല എന്ന് കോടതി പറഞ്ഞു. വിശ്വാസികൾ കൊടുക്കുന്ന പണം കൊണ്ട് വിശ്വാസപരമായുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ഇങ്ങനെ CPM ഈ ഗുണ്ടായിസം കാണിച്ചുകൊണ്ടിരിക്കുക. ഹിന്ദുക്കളുടെ മനസ്സ് കീഴടക്കാൻ വേണ്ടിയിട്ട് പാർട്ടി എടുക്കുന്ന പരിപാടിയാണ്. മിക്കവാറും അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഹിന്ദുക്കൾ ഇവൻ്റെയൊക്കെ ചങ്കത്തും പള്ളക്കും കുത്തി ഈ പാർട്ടിയുടെ 16 അടി യന്ത്രം നടത്തി അതിൻ്റെ പുലകുളി നടത്തിയിട്ട് കേരളത്തിലെ ഹിന്ദുക്കൾ മാറുകയുള്ളൂ. അത്തരത്തിൽ ഗുരുതരമായ തരത്തിൽ ഹിന്ദുക്കളെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുക. ഇപ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടെ പറഞ്ഞു കൂട്ടത്തിൽ, അതായത് കണ്ണൂർ ജില്ലയിലെ മൃദംഗശൈലേശ്വരി എന്നൊരു ക്ഷേത്രമുണ്ട്, കേട്ടിട്ടുണ്ടല്ലോ? അതായത് മുഴുക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ്. മൃദംഗശൈലേശ്വരി ക്ഷേത്രം വളരെ പെട്ടെന്ന് പ്രസിദ്ധമായത് അലക്സാണ്ടർ ജേക്കബ് എന്ന് പറഞ്ഞ ഒരു മുൻ DGP ഉണ്ടായിരുന്നു. അദ്ദേഹം ഓരോ സ്ഥലത്ത് പോയിട്ട് ആ വേദിക്കനുസരിച്ച് പറയുന്നതിൽ കുപ്രസിദ്ധനായ ഒരു മനുഷ്യനാണ്. പുള്ളി ഹിന്ദുക്കളുടെ വേദിയിൽ ഹിന്ദു മതത്തെ പോലെ ഏറ്റവും മഹത്തായ മതമൊന്നും ഇല്ലയെന്ന് പറയും, ബാക്കിയെല്ലാം അതിന് താഴെയാന്ന് പറയും. മറ്റു മതങ്ങളുടെ പ്ലാറ്റ്ഫോം പോയാൽ അങ്ങനെ പറയും. എന്തിനാണാവോ അത് ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. അദ്ദേഹം ചെയ്തൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെ വിഗ്രഹം പണ്ട് മോഷണം പോയി, കള്ളന്മാർ മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോൾ അലക്സാണ്ടർ ജേക്കബ് അവിടുത്തെ SP ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഭവം പറയാണ്. പക്ഷേ വിഗ്രഹം എടുത്തുകൊണ്ട് കള്ളന് അമ്പലത്തിൻ്റെ ഒരു 100 വാരയ്ക്കപ്പുറത്ത് പോകാൻ പറ്റിയില്ല. കള്ളന് വയറിളക്കോ ഛർദിലോ ഒക്കെ വന്ന് കള്ളൻ അവശനായി അവിടെ വീണുപോയി. എന്നിട്ട് അവസാനം വിഗ്രഹം കൊണ്ട് പോകാൻ കഴിഞ്ഞില്ല. ആ വിഗ്രഹത്തിൻ്റെ ശക്തി എത്രയുണ്ട് എന്ന് പറഞ്ഞ് മൃദംഗശൈലേശ്വരി ദേവിയെക്കുറിച്ച് വളരെ പുകഴ്ത്തി അദ്ദേഹം ഒരു വീഡിയോയോ ഓഡിയോ മറ്റോ ചെയ്തു. അത് വലിയ വൈറലായി. അങ്ങനെ കേരളത്തിലാകെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രമായി, വളരെ പ്രസിദ്ധമായ ക്ഷേത്രമാണ്. അതിശക്തിയുള്ള ഒരു ദേവതാ സങ്കല്പമാണ് അവിടെ ഉള്ളത്. പക്ഷേ അതോടുകൂടി മൃദംഗശൈലേശ്വരി വളരെ പോപ്പുലറാവുകയും ഒരുപാട് ആളുകൾ അവിടെ ചെയ്യുകയും ചെയ്തു. ആണല്ലോ, ഹിന്ദുക്കളുടെ ക്ഷേത്രമാണ്. ഇപ്പോൾ അവിടെ ക്ഷേത്രത്തിൻ്റെതായിട്ടൊരു വാർത്ത, ഞാനൊരു പോസ്റ്റർ കണ്ടു. മൃദംഗശൈലേശ്വരി ക്ഷേത്രം പോർക്കലി കലശ കമ്മിറ്റി മുഴുക്കുന്ന് അവർ തൊട്ടടുത്തുള്ള മഹൽ നിവാസികൾക്ക് സമൂഹ നോമ്പ് തുറയും സ്നേഹസംഗമവും നടത്തുന്ന അമ്പലത്തിൽ നോമ്പ് തുറ, എന്നിട്ട് സ്നേഹസംഗമം തൊട്ടടുത്തുള്ള മഹല്ല് കമ്മിറ്റിക്കാർക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആളുകളൊക്കെ ഉച്ചയ്ക്ക് മൂക്കുമുട്ട ബിരിയാണിയും കഴിച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നോമ്പ് കാലമാണോ കഴിക്കത്തില്ല, രാവിലെ ഇപ്പോൾ നോമ്പിൻ്റെ കാലത്ത് വെളുപ്പിനെ മാക്സിമം അടിക്കും, വൈകുന്നേരം പകൽ വീഴുന്നിട്ട് രാത്രി മാക്സിമം അടിക്കും. പകല് അതിരാവിലെ ഒരു ഭക്ഷണം കഴിച്ചിട്ടാണ് നോമ്പ് ഇരിക്കുന്നതെങ്കിൽ, എനിക്കറിയില്ല, അങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ, പുലർച്ചെ കഴിച്ചിട്ടാണ് നോമ്പെടുക്കുന്നതെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ശരിയാണോ ഇല്ലയോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ
അങ്ങനെയാണെങ്കിൽ നോൺ വെജ് ഉൾപ്പെടെയുള്ള കഴിക്കുമല്ലോ. അതെ. എന്നിട്ടായിരിക്കും അമ്പലത്തിൽ പോകുന്നത്, സ്നേഹസംഗമത്തിന് പോകുന്നത്, നോമ്പ് തുറക്കി പോകുന്നത്. ഇനി ഇതാണ് മാനവ സ്നേഹം, മതസൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കാനാണെങ്കിൽ നിങ്ങളുടെ മൃദംഗ ശൈലേശ്വരി കമ്മിറ്റിക്കാരെ നിങ്ങളുടെ വിഷു വരുമ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഈ മഹല്ല് കമ്മിറ്റിക്കാർ വിഷുക്കണി ഒരുക്കിയിട്ട് നിങ്ങളെ വിളിക്കുമോ കാണാനായിട്ട്? ഓണം വരുമ്പോൾ ആ തൊട്ടടുത്ത മഹലിൻ്റെ മുറ്റത്ത് നിങ്ങൾക്കൊരു പൂക്കളം ഇടിക്കാവോ? പൂക്കളം ഇടിച്ചിട്ട് നിങ്ങൾക്കൊരു ഓണസദ്യ ആ മഹല്ല് കമ്മിറ്റി തരുമോ? തരത്തില്ല. നിനക്കൊന്നും അത് വേണ്ട. നിങ്ങൾക്ക് ഇത്തരം ഷോ കാണിച്ച് ഹിന്ദുവിൻ്റെ നെഞ്ചത്തോട്ടും മറ്റ് മതവിശ്വാസികളെ കയറ്റി ഇറക്കി ഏകപക്ഷീയമായി ഇരിക്കാൻ പറയുമ്പോൾ കിടന്നു കൊടുക്കുന്ന പരിപാടിയെ ഹിന്ദുക്കൾക്ക് അറിയും, ഹിന്ദുക്കളെന്നുള്ള നാമധാരികൾക്ക് അറിയുള്ളൂ. ഇപ്പോൾ ഞാൻ ആ പോസ്റ്റർ കണ്ടു, ഈ അമ്പലത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ പേര് മനോഹരൻ എന്നാണത്രേ. ഈ മനോഹരൻ ഞാൻ കൂടുതൽ പറയണില്ല. മനോഹരൻ്റെ ഫോൺ നമ്പർ 790 70 46 39. ഒന്നുകൂടെ പറയാം, 790 70 46 39. ഈ നമ്പർ കൊടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റർ പോവാണ്. ഈ മനോഹരനെ ഒന്ന് വിളിച്ചിട്ട് മനോഹരമായിട്ടൊന്ന് സംസാരിക്കണം. അമ്പലത്തിൽ സമൂഹ നോമ്പ് തുറ നടക്കുന്നുണ്ട്. അവിടെ വരുന്ന നോമ്പ് തുറക്കാൻ വരുന്നവരെല്ലാം വൃത്തിയും ശുദ്ധിയും പാലിച്ചിട്ടായിരിക്കും ഒരു അമ്പലത്തിൽ വരുന്നത്. 1. 2, അവിടെ സ്നേഹസംഗമം ഉണ്ടല്ലോ. ഇതേപോലെ സ്നേഹസംഗമം വിഷുവിന് ഒരു വിഷുക്കണി ഒരുക്കി ഈ മഹല്ല് കമ്മിറ്റിക്കാർ മൃദംഗ ശൈലേശ്വരി കമ്മിറ്റിക്കാർക്ക് കൊടുക്കുമോ? ഓണത്തിനൊരു പൂക്കളമിട്ടിട്ട് മൃദംഗ ശൈലേശ്വരി കമ്മിറ്റിക്കാർക്കെങ്കിലും ആ മഹല്ല് കമ്മിറ്റിക്കാർ ആ മഹല്ലിൽ, ആ പള്ളിയിൽ, ആ മസ്ജിദിൽ ഒരുക്കുമോ? അല്ലയോ എന്നും മനോഹരനോട് മനോഹരമായി ഒന്ന് ചോദിക്കണം എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഞാൻ കണ്ടതുകൊണ്ടാണ് ഈ കൂട്ടത്തിൽ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഈ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ഒരു വശം മാത്രമുള്ള നാണയമാണ്. ഒരു വശമുള്ളൂ, ഹിന്ദുവിൻ്റെ വശം മാത്രമേ ഉള്ളൂ. ഹിന്ദു ഇങ്ങനെ തുറന്ന് മലർന്ന് കിടന്നു കൊടുക്കും, അവൻ്റെ അമ്പലങ്ങൾ തുറന്നു കൊടുക്കും. കണ്ണൂർ അമ്പലത്തിൽ 2-3-4 മാസം മുമ്പുണ്ടായി. ഒരു ദിവസം അമ്പലത്തിനകത്ത് നോക്കുമ്പോൾ തട്ടയിട്ട പെണ്ണുങ്ങളും എല്ലാം കൂടെ കയറിയിരിക്കുന്നു. ഒരുത്തരം അമ്പലത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നു. മുസ്ലിം പെൺകുട്ടികൾ മുഴുവൻ അമ്പലത്തിനകത്ത് കയറിയിരിക്കുക, സ്ത്രീകളും നാട്ടുകാരും. അമ്പലം എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് വേറൊരുത്താൻ ക്ലാസ് എടുക്കുന്നു. കമ്മിറ്റിക്കാരെ വിളിച്ചപ്പോൾ കമ്മിറ്റിക്കാർ അറിഞ്ഞില്ലെന്നാണ് പറയുന്നത്. അമ്പലത്തിനകത്ത് കയറി. അതാണ് ഹിന്ദുവിൻ്റെ മതസൗഹാർദ്ദം. ഇത് മുഴുവൻ മാർക്സിസ്റ്റുകാർ, കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടാക്കുന്ന പരിപാടികളാണ്. ഹിന്ദു ക്ഷേത്രങ്ങളെയും ഹിന്ദു വിശ്വാസങ്ങളെയും തകർക്കാനുള്ള ജിഹാദി ഗൂഢാലോചനയ്ക്ക് കൂട്ടുനിൽക്കുകയാണ് CPM. ഈ CPMനെ അമ്പലങ്ങളുടെ 700 മീറ്റർ അകലത്ത് പോലും കയറ്റാൻ, 7 അകലത്തല്ല 700 മീറ്റർ അകലത്ത് പോലും കയറ്റാൻ പാടില്ലാത്തവരാണെന്ന് ഹിന്ദുക്കൾ തിരിച്ചറിഞ്ഞ് ബാലറ്റിലൂടെ മറുപടി കൊടുക്കും വീണ്ടും എന്ന് ഉറപ്പിച്ചില്ലെങ്കിൽ ഒരൊറ്റ അമ്പലം ഉണ്ടാവത്തില്ല. ഒറ്റ ഹിന്ദുവിന് ഈ നാട്ടിൽ തലയുയർത്തി നടക്കാൻ കഴിയില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.